സ്വാഗതം കലാശക്കൊട്ടിലേക്ക്. ഇന്ന് കലാശക്കൊട്ട് പരിശോധിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ നടക്കുന്ന തൃശ്ശൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളാണ്. ആദ്യം നാം തൃശ്ശൂർ മണ്ഡലത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പരിശോധിക്കുന്നു. സുനിൽകുമാർ ജയിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ജനകീയതയാണ് സുനിൽകുമാറിന്. എല്ലാ വിഷയങ്ങളിലും ഇടപെടാനുള്ള ഒരു ഇതും കൃഷിയെ സംബന്ധിച്ചും എല്ലാം കുറിച്ചും ഒരു ജനകീയനാണ്. തൃശ്ശൂർ ഇലക്ഷൻ്റെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തൊട്ടേ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗമുള്ള സമയം തന്നെയാണ്. അത് മറ്റുള്ളതൊക്കെ ഈ മീഡിയാസൊക്കെ വെറുതെ ഉണ്ടാക്കി പറയാന്നല്ലാതെ അതിനും അപ്പുറം കോൺഗ്രസിന് എന്നും അനുകൂല തരംഗം ലോക്സഭ ഇലക്ഷന് നൽകുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. പറയാൻ പറ്റാത്ത മൂന്നാം മുന്നണി കയറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. BJP. തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് ഇത് VS ആണ് ജയിക്കാൻ സാധ്യത ഉള്ളത് കാണുന്നത്. മോദിയുടെ ഗ്യാരണ്ടി ഒന്നും എല്ലാ ജില്ലയിലും ഗ്യാരണ്ടി കൊടുത്തിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയാക്കും. ജനങ്ങളുടെ വിശ്വാസം അതിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുരളീധരനും ഇവിടെ നിന്ന് കുത്തു കിട്ടിയിട്ടുള്ളതാണ്. കരുണാകരനും ബാക്ക് കൂടിയും ഫ്രണ്ട് കൂടിയും കുത്തു കിട്ടിയിട്ടുള്ളതാണ്. തൃശ്ശൂർ VS ഒഴികെ വേറെ ആർക്കും ഒരു ചാൻസ് ഇല്ല എന്നാണ് ഇതുവരെയ്ക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ പ്രബുദ്ധരായ, ഇന്ത്യയിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നിലനിൽക്കുന്നില്ല. പുതിയ തലമുറ വോട്ടർമാരും ആ ഒരു ചിന്തയിലേക്ക് കടന്നു വന്നുവെന്നാണ് ഞാനടക്കമുള്ള യുവതലമുറയുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. രഹസ്യങ്ങളൊന്നുമില്ല. ഇപ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കണം. എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള തീരുമാനങ്ങളാണ്. സുരേഷ് ഗോപി ജയിക്കണം. സുരേഷ് ഗോപി ജയിച്ചാൽ തൃശ്ശൂർ രക്ഷപ്പെടും. വർഗീയതയില്ലാത്തൊരു ഭരണം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇടതുപക്ഷം തന്നെ വരണം. വേണ്ടേ? വളരെ മോശം. അത് വീണ്ടും BJP പോകൂലേ? അപ്പം അത് വന്നിട്ട് എന്താ കാര്യം? അപ്പം വരേണ്ടതാരാ? സുനിൽകുമാർ. MK ഷുക്കൂർ ചേരുന്നു ഈ മണ്ഡലത്തിൻ്റെ വിശകലനങ്ങളുമായി. അവിടുത്തെ വോട്ടർമാരുടെ പ്രതികരണമാണ് ഞാൻ കേട്ടത്. ഷുക്കൂർ, ഈ വോട്ടർമാരുടെ പ്രതികരണം നമ്മൾ ആറ്റിക്കുറുക്കിയെടുക്കുമ്പോൾ നമുക്ക് തോന്നുക VS സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലാണ് അവിടെ ഒരു മത്സരം എന്നാണ്. അവിടെ ഒരു ത്രികോണ മത്സരം ഉണ്ടായിട്ടില്ല ഇതുവരെ. അജിംസ്, തൃശ്ശൂരിൽ തുടക്കത്തിൽ VS സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിൽ മാത്രമായിരുന്നു മത്സരം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരത്തിൽ VS സുനിൽകുമാറിനും സുരേഷ് ഗോപിക്കും വേണ്ടി മാത്രമാണ് കാര്യമായ പ്രചാരണങ്ങൾ നടന്നത്. പിന്നീട് K മുരളീധരൻ രംഗത്തെത്തിയത് വളരെ വൈകിയാണ്. അദ്ദേഹം പക്ഷേ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ശക്തമായി നടത്തിയത്. ആ ഒരു പ്രചരണത്തിൽ തൃശ്ശൂർ നഗരത്തിൽ UDF-നുണ്ടായ ഒരു കുറവ് തൃശ്ശൂർ നഗരത്തിൽ നടക്കമുള്ള പ്രതികരണങ്ങളിൽ വളരെ പ്രകടമാണ്. നമുക്കിപ്പോഴും കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യം കോൺഗ്രസിന്റെ UDF-ന്റെ പ്രചരണത്തെ വളരെ കാര്യമായി തന്നെ ബാധിക്കുന്നു എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ തൃശ്ശൂരിലെ മത്സരം കൂടുതൽ മുറുകുന്ന ഒരു കാഴ്ചയാണ്. VS സുനിൽകുമാർ വലിയ മുന്നേറ്റം പ്രചരണ രംഗത്തുണ്ടാക്കുന്നു. സുരേഷ് ഗോപിയോട് നേരിട്ട് മത്സരിക്കുന്നത് VS സുനിൽകുമാറാണ് എന്നൊരു പ്രതീതി പ്രചരണ രംഗത്ത് വളരെ പ്രകടമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. കാരണം DK ശിവകുമാറിന്റെ ഒരു പ്രചരണ പരിപാടി ഒല്ലൂരിൽ നടന്നപ്പോൾ അതിനകത്ത് കാര്യമായ ആളുകളെ പങ്കെടുപ്പിക്കാൻ പോലും UDF-ന് കഴിയാത്ത ഒരു സ്ഥിതിയുണ്ടായി. ആ അർത്ഥത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം K മുരളീധരന്റെ പ്രചാരണത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികരണങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ശരി, ഷുക്കൂറാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകി. ഇനി ഈ 3 സ്ഥാനാർത്ഥികളോടും നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് അവർ നൽകുന്ന മറുപടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള ജനവികാരം അത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. 2, കൂടുതൽ വികസനം നടന്നു കാണാനുള്ള ആഗ്രഹം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു വിജയം UDF-നുണ്ടാകും. നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും. ഇവിടെ LDF-ന് അനുകൂലമായ ട്രെൻഡ് തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട്. അതിന് കാരണം ഇവിടെ LDF-ന്റെ ബേസാണ്. LDF-ന് അതിനൊരു ബേസ് കൂടി ഉണ്ട്. 2019-ഉം 24-ഉം തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഗൂഢാലോചന നടത്താൻ പറ്റുന്നത് സംസ്ഥാന സർക്കാരിന് മാത്രമേ ഉള്ളൂ. കാരണം പോലീസിനെ നിയന്ത്രിക്കാൻ പ്രതിപക്ഷത്തിന് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടില്ല? പരിഹരിക്കാനുള്ള ശ്രമങ്ങളല്ല നടന്നത്. തർക്കം ഒന്ന് കൂട്ടാനുള്ള ശ്രമമാണ് നടന്നത്. ഇത് BJP-യെ സഹായിക്കാൻ വേണ്ടി ചെയ്തൊരു ഏർപ്പാടാണ്. ഇപ്പോൾ കുറച്ച് ഒരു മുൻതൂക്കം BJP-ക്ക് കാണുന്നുണ്ട്. കാരണം ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുള്ളതുകൊണ്ട്. അപ്പോൾ CPM തന്നെ വോട്ട് മറിച്ച് ചെയ്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
എങ്ങനെയെങ്കിലും BJP മൂന്നാം സ്ഥാനത്ത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് വന്നാൽ പിണറായി ഉത്തരം പറയണം. നമ്മൾ തൃശ്ശൂർ പൂരത്തെ നമ്മുടെ ഇലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടി നമ്മളതിനെ അനാവശ്യമായിട്ട് വലിച്ചെടുക്കരുത്. കാരണം തൃശ്ശൂർ പൂരം ആൾ ഒന്നിപ്പിക്കുന്ന പൂരാണ്. അതിനിടയിൽ അത് ഇങ്ങനെ ചെയ്താണെന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ശരിയായിട്ടുള്ള കാര്യമില്ല. അത് നമ്മുടെ ഒരു ആര് ചെയ്യുന്നതാണെങ്കിലും അതിനോട് എനിക്ക് വളരെയധികം വിയോജിപ്പുണ്ട്. അത് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണ് LDF-ന്റെ UDF-ന്റെ സ്ഥാനാർത്ഥികളുടെ മറുപടി. PT നാസർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. നാസർ, ഇവിടെ സുരേഷ് ഗോപിയുമായി VS സുനിൽകുമാർ മത്സരിക്കുന്നു, K മുരളീധരൻ മത്സരിക്കുന്നു എന്ന ക്വസ്റ്റനാണ് അറിയേണ്ടത്. എന്ന രീതിയിലാണോ കാര്യങ്ങൾ? അത് തുടക്കത്തിലായിരുന്നു. മുരളീധരൻ അവിടെ ചെല്ലുകയും അവിടെ കോൺഗ്രസിൻ്റെ പ്രചരണം ശക്തമാവുകയും ചെയ്തതോടു കൂടിയിട്ട് അവിടുത്തെ ഒരു ചിത്രം മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ നഗരത്തിലെ ഒരവസ്ഥ മാത്രമല്ലല്ലോ, ചെന്നിറങ്ങുമ്പോൾ കാണുന്ന തൃശ്ശൂർ നഗരത്തിലെ ഒരവസ്ഥ കഴിഞ്ഞാൽ ആ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മൊത്തം ചിത്രം എടുത്തു നോക്കിയാൽ കാണുന്നത് വളരെ കൃത്യമായിട്ടുള്ള നേർക്കുനേർ മത്സരമാണ് LDF-ഉം UDF-ഉം തമ്മിൽ നടക്കുന്നത്. നഗരത്തിൽ ഒരു പകിട്ടുണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരു സംഗതി മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തവണ ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിൽ നിന്ന് 85,000-ത്തിലധികം വോട്ട് പിടിക്കുക മാത്രമല്ല, ഇത്രയും വോട്ട് അവിടെ കുറച്ച് അത് സ്വന്തം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു രണ്ടാം സ്ഥാനം ഉറപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് കഴിയുള്ളൂ. അത് ഇതുവരെയും NDA സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അവരുടെ തന്നെ ക്യാമ്പിൽ നിന്നുള്ള കണക്കുകളും കാര്യങ്ങളും വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് LDF-ഉം UDF-ഉം തമ്മിലുള്ള വളരെ കൃത്യമായൊരു മത്സരമാണ് നടക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതുമാത്രമല്ല, രണ്ട് പേരുടെയും പോപ്പുലാരിറ്റി തമ്മിലുള്ള K മുരളീധരൻ്റെയും സുനിൽകുമാറിൻ്റെയും പോപ്പുലാരിറ്റി തമ്മിലുള്ളൊരു മത്സരമാണ് പിന്നെ തൃശ്ശൂരിൽ നടക്കുന്നത്. തൃശ്ശൂരിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കാലത്തിന് ശേഷം തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു ഇടതുപക്ഷ സ്വഭാവത്തിന്, അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഒരു ഇടതുമുന്നണി സ്വഭാവത്തിന്, അവിടെ CPI-CPM കോമ്പിനേഷൻ്റെ കൃത്യമായ സ്വഭാവത്തിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ ഒരുപാട് കാലത്തിന് ശേഷം തൃശ്ശൂർ കിട്ടുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ VV രാഘവനും VR രാജനും ഒക്കെയും ശേഷം വളരെ കൃത്യമായിട്ട് രണ്ട് പാർട്ടികളെയും, CPM-നെയും CPI-യും ഒരുമിച്ച് കൊണ്ടുപോകാനും രണ്ട് പാർട്ടിക്കുള്ളിലും ഒരേപോലെ ആവേശമുണ്ടാക്കാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ. അതുകൊണ്ട് തന്നെ CPM പ്രവർത്തകർ പോലും സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടാണ് സുനിൽകുമാറിനെ എടുത്തിരിക്കുന്നത്. ഇത്രയും കെട്ടുറപ്പോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിച്ച ഒരു കാലം ഇതിനു മുമ്പ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല, അടുത്ത കാലത്തൊന്നും. അങ്ങനെ കൃത്യമായൊരു കെട്ടുറപ്പോടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ എന്ന മട്ടിൽ CPM-കാരും രംഗത്തിറങ്ങിയതുകൊണ്ട് ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ LDF-ന് കഴിയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ മുരളീധരൻ ചെല്ലുന്നതോടുകൂടി ഉണ്ടായിട്ടുള്ളത്, മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ്റെ ജന്മനാടാണ്, അത് K കരുണാകരൻ്റെ തട്ടകമാണ്. മുരളീധരൻ അവിടെ നിന്ന് ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കും, അല്ലെങ്കിൽ കോൺഗ്രസിനോടൊക്കെ കൂടെ നിന്നിരുന്ന ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ആളുകൾക്ക് ഒരു ലീഡർ വീണ്ടും തിരിച്ചു കിട്ടുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പിലും ആവേശമുണ്ട്. ആ ആവേശം കണ്ടില്ല എന്ന് നടിക്കുന്നതിൽ അർത്ഥമില്ല. വളരെ കടുത്ത മത്സരമാണ്, ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് അവിടെ ഇപ്പോഴും നടക്കുന്നത്. ഈ അവസാന ഘട്ടത്തിൽ നടന്ന പൂരപ്പറമ്പിലെ പ്രശ്നം എന്താവും എന്നത് മാത്രമാണ് അവസാന നിമിഷത്തിൽ ഇതിൻ്റെ ഒരു ഗെയിം ചേഞ്ചറായിട്ടൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഈ പൂരപ്പറമ്പിലെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ BJP-ക്ക് വോട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അത് സുനിൽകുമാറിൻ്റെ സാധ്യതകളെ കുറക്കുമോ ഇല്ലയോ എന്ന് മാത്രമേ ആ കാര്യത്തിൽ നോക്കാനുള്ളൂ. ശരി, ഇതാണ് തൃശ്ശൂരിലെ നിലവിലെ സ്ഥിതി. പൂരത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ ആർക്കാണ് ഗുണം ചെയ്യുക, ആർക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയാണ് ആ സംഭവം ഉണ്ടായത്, അത് അവർക്ക് ഗുണം ചെയ്യുമ്പോൾ മറ്റാർക്കെങ്കിലും എതിരാകുമോ എന്നുള്ളതുമാണ് ഇനി കാത്തിരിക്കേണ്ടത്.